നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യം നാളെ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. നാളെ നമുക്ക് ലൂസ് ടോക്ക് ഇല്ല, നമുക്ക് അവധിയാണ്. ഏതായാലും നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നമുക്ക് നമ്മുടെ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ലൂസ് ടോക്കിലേക്ക് കടക്കാം. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി നമ്മൾ ഒരു വലിയ രാജ്യമായി മാറിയതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട്. അതൊക്കെ എല്ലാവരും നമ്മൾ ഓർത്തിരിക്കുക. ഏതായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഗാസയിലെ ഹമാസ് ഇസ്രായേൽ വിഷയം തന്നെയാണ്. അതെ, ഒരുവിധം എനിക്ക് തോന്നുന്നു ഒരു സമാധാനപൂർണ്ണമായിട്ടുണ്ട്. വെടിനിർത്തലൊക്കെ 19-ാം തീയതിയോടെ നിലവിൽ വന്നു. എന്നാൽ പോലും സമാധാനം ഇപ്പോൾ കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പം ബന്ദികളാക്കപ്പെട്ടവരെല്ലാം തന്നെ റിലീസ് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു 477 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് 4 പേരെ കൂടി. കഴിഞ്ഞ ആഴ്ച 3 സ്ത്രീകളെ വിട്ടു, ഇന്ന് 4 സ്ത്രീകളെ കൂടി വിട്ടേക്കുന്നതാണ്. അവരൊക്കെ പൂർണ്ണമായിട്ടും ആരോഗ്യം സന്തോഷവതികളാണ്. ഒരു പ്രശ്നമൊന്നുമില്ല, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും പൂർണ്ണമായിട്ടും ആ ഒരു അനിശ്ചിതത്വം മാറിയോ എന്ന് ചോദിച്ചെങ്കിൽ ഒരാളെ കൂടെ വിടുമെന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീ കൂടെ ഉണ്ട്. അവരുടെ കാര്യം വ്യക്തമാക്കുന്നില്ല. പക്ഷേ അനൗദ്യോഗിക വൃത്തങ്ങൾ പറയുന്നത് അവരവിടെ എന്തോ ഒരു സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. അത് പൂർത്തിയാക്കി അടുത്ത ശനിയാഴ്ച വിടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ഒഫീഷ്യലായി പറയുന്ന കാര്യങ്ങളല്ല. ഈ ഹമാസിനെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അവരെപ്പോഴും കരുതിയിരിക്കുന്ന ഒരു കാര്യം വരെ. കാരണം ഇനിയും വിലപേശൽ നടക്കുന്നെങ്കിൽ ഇത് മാത്രമല്ല. കാരണം അവർക്ക് ആയുധം കൊണ്ടോ അല്ലെങ്കിൽ ആൾബലം കൊണ്ടോ അവർക്ക് ചിലപ്പോൾ ഇറങ്ങിത്തിരിക്കാൻ പറ്റില്ല. പിന്നെ നടക്കുന്ന കാര്യം ഇത്തരത്തിൽ എന്ത് പറയാനാണ്, കരുതി വെച്ച് അല്ലെങ്കിൽ ഇവരെയൊക്കെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തുമൊക്കെ അങ്ങനെ എനിക്ക് തോന്നുന്നു വലിയൊരു തന്നെയാണ്. വെടിനിർത്തൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിനിടയിലും നമുക്കറിയാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിന്റെ ബാക്കി എന്നോണമായിരിക്കും ചിലപ്പോൾ കരുതി വച്ചിരിക്കുന്നത്. ആ രീതിയിലായിരിക്കും അവർ നോക്കുന്നത്. കാരണം ഇനിയുള്ള നമുക്കറിയാം തിരിച്ചടി എങ്ങനെ ആയിരിക്കും ഇനി ഇസ്രായേലിനെ കാരണം ഇസ്രായേലിനെ നമുക്ക് അങ്ങനെ എഴുതി തള്ളാനാകില്ല. ഏത് രീതിയിൽ ഇപ്പം ഈജിപ്തും ഖത്തറും അമേരിക്കയും ഉൾപ്പെടെയുള്ളവര് രംഗത്തെത്തി അവരുടെ ഒരു സമാധാന സമവായങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിയത് വെടിനിർത്തൽ. എന്നാൽ പോലും ഇവിടെ ഇസ്രായേൽ ഒന്നും കാണാതെ ചിലപ്പോൾ കാര്യങ്ങൾ തൽക്കാലം വഴങ്ങി കൊടുത്തത് അവരുടെ ബന്ധുക്കളെ സ്വന്തം നാട്ടുകാരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി തന്നെ അത് തന്നെ പ്രാദേശികമായിട്ടൊരു വികാരം വന്നതിന്റെ പിന്നാലെയാണ് ഇത്രയും. കാരണം ഇപ്പൊ നെതന്യാഹു ജീവൻ വെച്ച് കളിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ പല തരത്തിലുള്ള അവർ തന്നെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പൊ ഈ ഹമാസ് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർ തന്നെ പിന്നെ പരിഹാരം വേണമെന്ന് പറയുകയും ചെയ്യും. പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ തന്നെ പരിഹാരം വേണമെന്ന് പറയുന്ന അതിവിചിത്രമായ ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്ന് ബന്ദികളെ വിട്ടേക്കും. സത്യത്തിൽ ഞാനും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സ്റ്റോറികൾ ചെയ്തിരുന്നതാണ്. ഞാനും പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. ഒരു 2 കുട്ടികളുടെ മോചനം. കിഫർ ബിബാസ് എന്ന് പറഞ്ഞൊരു കുട്ടി, അയാളെ സഹോദരനെ ഏരിയൽ. ഈ കിഫർ ബിബാസിന് ഇപ്പം പ്രായം 2 വയസ്സാണ്. കഴിഞ്ഞ ശനിയാഴ്ച ആയിരുന്നു പിറന്നാൾ. 8.5 മാസം പ്രായമുള്ളപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയത്. ആ കുഞ്ഞിൻ്റെ ചേട്ടനെ അച്ഛനും അമ്മയും. ഈ അച്ഛൻ എവിടെയാണെന്ന് അറിയില്ല. അച്ഛനെ വേറെ അങ്ങോട്ടോ ഇവർ മാറ്റി കഴിഞ്ഞു. കാര്യം അവർ മാനസിക മനുഷ്യനെ പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അച്ഛനും മക്കളിൽ നിന്ന് ഒരു സ്ഥലത്ത് താമസിപ്പിക്കില്ല. എല്ലാവരും 4 ഭാഗത്താകും. മറ്റേ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിൻ്റെ 1ാം പിറന്നാൾ പോലും ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച വിട്ടിരുന്നെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച 1ാം പിറന്നാൾ ആഘോഷിക്കാമായിരുന്നു. രണ്ടാം പിറന്നാൾ 1ാം പിറന്നാൾ ആഘോഷിക്കാനേ കഴിഞ്ഞില്ല. അപ്പോൾ മാത്രമല്ല, ഇതിൻ്റെ സഹോദരൻ 4 വയസ്സാണ്. അപ്പോൾ ആ കുട്ടിക്ക് ചിലപ്പോൾ 5 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കാം. ഈ കുട്ടികളെ വിട്ടയക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ പിന്നിൽ ഹമാസ് ഒരുപാട് ഒളിച്ചു കളിയും ദുരൂഹതയൊക്കെ വയ്ക്കുന്നുണ്ട്. നേരത്തെ ഹമാസ് ഒരിക്കൽ പറഞ്ഞിരുന്നത് ഈ കുട്ടികൾ മരിച്ചുപോയി എന്നാണ്. അത് ഒരുപക്ഷെ അവരെ മാനസികമായി തളർത്താൻ വേണ്ടി പറഞ്ഞാണോ നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണെന്നുള്ളത്. സാധാരണ ഗതിയിൽ ആളെ വിട്ടയക്കും ആദ്യം ഈ കുഞ്ഞുങ്ങളാരും പരിഗണിക്കേണ്ടതല്ലേ ശരിക്കും. പ്രായവരെ അമ്മയുണ്ട്, ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ശരിക്കും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇസ്രായേലിൻ്റെ സ്ഥാനപതി അംബാസഡർ അദ്ദേഹം പൊട്ടിത്തെറിച്ചു രക്ഷാസമിതിയിൽ. അദ്ദേഹം ചോദിച്ചു, ഞങ്ങളെ കുഞ്ഞുങ്ങൾ കരയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഗാസയിലെ കുഞ്ഞുങ്ങൾ കരയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കുന്നത്, ഞങ്ങളെ കുഞ്ഞുങ്ങൾ കരയുന്നത് നിങ്ങളാരും കേൾക്കുന്നില്ല, നിങ്ങളാരും കേൾക്കുന്നില്ല എന്ന് നടിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്കത് കേട്ടില്ല എന്ന് നടിക്കാൻ കഴിയുകയില്ല, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞു. നിങ്ങൾ റെഡ് ക്രോസ് ആണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചുമതല വഹിക്കുന്നത്. റെഡ് ക്രോസിനോട് ഇസ്രായേൽ പലതവണ ആവശ്യപ്പെട്ടു കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുക. കുഞ്ഞുങ്ങളെ വിട്ടയക്കോ? മറുപടിയില്ല. മറുപടിയില്ല. എന്തുകൊണ്ടൊരു ഉത്തരം നൽകുന്നില്ല? ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പം മരിച്ചുപോയെന്ന് പറഞ്ഞു. ഇവർക്ക് വേണ്ടത് ഉത്തരമാണ്. ഉത്തരവുണ്ടെങ്കിൽ അതനുസരിച്ച് നടക്കും. കാരണം ഇത് പേടിച്ചിട്ടാണോ അതോ ഇനി എന്തെങ്കിലും പറ്റിയോ? അങ്ങനെ ആദ്യം മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ ഇതേ ഹമാസ് തന്നെ ഇപ്പം കൊടുത്തേച്ച ലിസ്റ്റിൽ ഈ കുട്ടികളെ പടവും പേരുമുണ്ട്, അമ്മയുടെ ഒക്കെ പടമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവരൊന്നും അങ്ങനെ വിട്ടയക്കുന്നില്ല? ഇപ്പം ഇന്ന് വിട്ടയച്ചവർ സൈനികരാണ്, വനിതകളൊക്കെ തന്നെ പട്ടാളക്കാരാണ്. കഴിഞ്ഞ ആഴ്ച വിട്ടയച്ചത് പ്രായമായ സ്ത്രീകളൊക്കെ ഉണ്ട്, ചെറുപ്പക്കാരികളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ലേ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യകാലങ്ങളിൽ തന്നെ നമ്മൾ വാർത്ത കൊടുക്കുമ്പോൾ തന്നെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. ഈ 8.5 മാസം പ്രായമുള്ള കുഞ്ഞിനെയൊക്കെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്.
അപ്പോൾ അതാണ് ഇസ്രായേൽ അംബാസഡർ അവിടെ പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. അദ്ദേഹം ശക്തമായി പ്രതിഷേധിച്ചു. മാത്രമല്ല നമ്മളടുത്ത് മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത് ഈ ലോകത്ത് നമ്മുടെയൊക്കെ എൻ്റെ സ്വന്തം സ്ഥാപനമാണ്. ഇത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അത് നോക്കേണ്ട ഒരു സ്ഥാപനമാണ്. പക്ഷെ അവർ ഇപ്പോഴും ഇസ്രായേലിൻ്റെ കാര്യം വരുമ്പോൾ മാനത്ത് നോക്കിയിരിക്കുകയാണ്. അതാണ് സത്യം. ഇവിടെ നമ്മൾ മനുഷ്യജീവനാണ് ഇപ്പോൾ ഇവിടെ തുല്യത കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഗാസയിൽ പലസ്തീനിലുള്ള ആളുകൾ മരിച്ചത്, കാരണം 47,000-ഓളം പേര് മരിച്ചു ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എപ്പോഴും ഇരയോടൊപ്പം നിൽക്കുന്നത്. കാരണം ഇവിടെ നമ്മൾ എതിർഭാഗത്ത് അവിടെയും ചിലപ്പോൾ ഇതിനുള്ള പങ്കാളികളൊന്നും അല്ലായിരിക്കും. ചിലപ്പോൾ സാധാരണക്കാർ ഇഷ്ടം പോലെയുണ്ട്. 1200-ഓളം പേര് മരിച്ചു. എന്നാൽ പോലും നമ്മൾ നോക്കേണ്ടത് എല്ലാവർക്കും തുല്യ പരിഗണന കൊടുക്കണം. കാരണം ഈ ഒരു സംഭവം നടക്കുമ്പോൾ എടുത്തുകൊണ്ട് പോയതാണ് ഇവരെയൊക്കെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി എന്നൊരു പരിഗണന പോലും കൊടുക്കാതെയാണ് ഇവരൊക്കെ ബന്ദികളാക്കിയത്. ഇനി അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിയത്? കാരണം എത്തരത്തിലാണ് അവരെ കൊണ്ട് ഈ കാലയളവിലുള്ള ഒരു മാനസിക പീഡനം എങ്ങനെയൊക്കെ, ആ ഉണ്ടാക്കിയ ട്രോമ, യുദ്ധം നേരിൽ കണ്ട അവസ്ഥ, അങ്ങനെ പല രീതിയിലുള്ള ട്രോമകളിലൂടെ ആയിരിക്കും അവർ കടന്നുപോയത്. അപ്പം ഇതൊന്നും ആലോചിച്ചാൽ തീരാന്നും, ഇത് കൃത്യമായിട്ടൊന്നും ആലോചിച്ചാൽ ഈ ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു വേർതിരിവ് വരാതിരിക്കാൻ ഒരു കാരണമായിരുന്നു. പക്ഷെ ഇതൊക്കെയാണ് നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം. മാത്രമല്ല ഇതിനിടയിൽ നമ്മൾ പേടിക്കേണ്ട മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹമാസിന്റെ ഈ പ്രവണതയ്ക്കിടയിൽ ഹമാസ് വീണ്ടും ശക്തിപ്പെടുന്നുണ്ട് എന്നൊരു കാര്യം. അതൊരു പോയിന്റാണ്. ഇപ്പോൾ ഇവരെ ഏകദേശം ഇനിയിപ്പോ പറഞ്ഞു പരത്തുന്നത് ഹമാസിന്റെ വിജയം എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തും. കാരണം നെതന്യാഹു തുടക്കം മുതലേ പറഞ്ഞാണ് ഇത് ഏതറ്റം വരെ പോയാലും മൊത്തം തുടച്ചു നീക്കിയിട്ട് പോകുള്ളൂ, ഹമാസിനെ മൊത്തത്തിൽ തുടച്ചു നീക്കിയിട്ട് ഇത് നിർത്തോളൂ എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും വേറെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പോരാളി ഹമാസിൽ നിന്ന് മരിക്കുമ്പോഴും ഓരോ കുട്ടികളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, കുട്ടികൾ ഉൾപ്പെടെ. ഇപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നതായി യഹിയ സിൻവറിന്റെ പുതിയൊരു വീഡിയോ ഫോട്ടോ എല്ലാം ഇറക്കിയിരിക്കുന്നു അൽ ജസീറ ടിവി. അത് പണ്ടം കണ്ടുള്ള ഒരു ഫോട്ടോ കണ്ടാണ് അത്. പല ചിത്രങ്ങളുണ്ട്. അതിൽ ഒരു ചിത്രം ഇയാൾ ഒരു വടി കുത്തി തലയിൽ ഒരു തുണിയൊക്കെ ഇങ്ങനെ മൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഉണ്ട്, കാണും. പിന്നെ ഇയാൾ ഒരു വലിയ ബ്രാൻഡഡ് ടീഷർട്ടൊക്കെ ഇട്ട് ഇരുന്നുകൊണ്ട് വേറൊരാളുടെ മാപ്പൊക്കെ വെച്ചെന്തോ കാണിക്കുന്നു. അപ്പൊ അവർ പറയുന്നത് ഹീറോ. ഇത് പറയുന്നത് ഇത് ഒക്ടോബർ 7 ആക്രമണം പ്ലാൻ ചെയ്യുന്ന ചിത്രമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ പിന്നിൽ ഉദ്ദേശം എന്താണ് ജസീറയ്ക്ക്? കാരണം ഇയാൾ മരിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ്. ഇപ്പൊ വെടിനിർത്തലൊക്കെ വന്ന് ബന്ദികളെ മോചിപ്പിക്കുന്ന സമയത്ത് ഒരു കാരണവുമില്ലാതെ ഇയാൾ പുറത്തുവിട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ പിന്നിൽ കുത്തിത്തിരിപ്പ് തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇത് ഹമാസിനൊരു ഉത്തേജനം നൽകാൻ കൂടി വേണ്ടിയാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, ഇതാ നിങ്ങളുടെ നേതാവിന്റെ ദൃശ്യങ്ങൾ കണ്ടേ. ആദ്യം ഇവർ പറയുന്നത് അവരെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് യാഹ്യ സിൻവർ കാര്യങ്ങളെല്ലാം ഏകോപിപ്പിച്ച് ഭംഗിയായ ഒരു മികച്ച നേതാവ് എന്ന രീതിയിലാണ് അവർ അവതരിപ്പിക്കുന്നത്. ഇയാൾക്കുള്ള ഇരട്ടപ്പേര് എന്താണെന്ന് വെച്ചാൽ ഗാസയിലെ കശാപ്പുകാരൻ എന്നാണ്. അത്രയും ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് യാഹ്യ സിൻവർ. ഇസ്രായേലിലെത്തി കടന്നുകയറ്റം നടത്തി ഇത്രയും ക്രൂരകൃത്യങ്ങൾ നടത്തിയൊക്കെ ഇയാൾ നിർദ്ദേശപ്രകാരമായിരുന്നു. എന്നിട്ട് വീണ്ടും ഹീറോ പരിവേഷം നൽകി വീണ്ടും കൊണ്ടുവന്നു. അതാണ് പറയുന്നത്, നമ്മളിപ്പം വീണ്ടും അവർ ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കുകയാണ്. കാരണം ഇത്തരം സമാധാന ശ്രമങ്ങളൊക്കെ നടത്തി. ഇനിയും എനിക്കൊന്ന് ഇതിന്റെ ഒരു മറ പിടിച്ച് ഹമാസ് കൂടുതൽ ആളുകളെ ഇപ്പൊ എനിക്കൊന്ന് അവരെതിരെ അതിൻ്റെതായ ഒരു എന്താ പറയുക സ്വരിക്കൂട്ടുകയാണ്. ഈ യാഹ്യ സിൻവർ സഹോദരൻ മുഹമ്മദ് സിൻവർ എന്ന് പറഞ്ഞ മറ്റൊരു തീവ്രവാദിയുണ്ട്. അയാൾ ഗാസയിൽ താമസിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ ഇത്തരം ഇതിനെ വീണ്ടും ഒരു പുനർജന്മം കൊടുക്കാനുള്ള നീക്കത്തിലാണെന്ന് പറയപ്പെടുന്നു. കാരണം ഇവർ കാശുണ്ട്, ഇവരിൽ ഇഷ്ടം പോലെ. ഇറാനിൽ നിന്ന് കിട്ടിയ കാശ് ഇവർ പലത്ത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഈ ഭൂഗർഭ അറയൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ കിട്ടിയത് എണ്ണിയാ തീരാത്ത നോട്ടുകെട്ടുകളാണ് അതിനകത്ത്, ഡോളറുകളും ഫോട്ടോ കിട്ടിയത്. അത്ര കാശാണ്. മാത്രമല്ല ഇപ്പോഴും നമുക്ക് ഔദ്യോഗികമായിട്ട് ഇതിലെ ഈ ഹമാസിന്റെ പുതിയ തലവനായിരുന്നുള്ള ഒരു കൃത്യമായിട്ടൊരു വ്യക്തത വന്നില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു നീക്കം ആരാണ്, എവിടെ നമുക്ക് ടാർഗറ്റ് ചെയ്യണം എന്നുള്ള ഇതൊന്നുമില്ല. അപ്പം നമുക്കറിയാം അവരുടെ പ്രധാന താവളങ്ങളെല്ലാം തന്നെ എനിക്കൊന്ന് ഒരുവിധം ഒക്കെ ഇസ്രായേൽ തകർത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എവിടെ നിന്ന് എങ്ങനെ, ഇനി അടുത്തൊരു ആക്രമണം ഉണ്ടായാൽ എങ്ങനെ, അങ്ങനെ നമുക്ക് ആകപ്പാടെ എല്ലാം കൂടി ഒരു കൺഫ്യൂഷൻ. ഈ ഒരു യുദ്ധത്തിന് തന്നെ തുടക്കം ഇട്ടതും എല്ലാം ഹമാസ് തന്നെയാണ്. എന്നിട്ട് പഴി ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് പറഞ്ഞ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ നെതന്യാഹു ചോദിച്ചു. പക്ഷെ ജീവൻ നഷ്ടമായത് നമുക്കൊരു ഖേദകരമായ കാര്യം. ഒരു പക്ഷെ നേരത്തെ ഇത് നിർത്തേണ്ട ഒരു യുദ്ധം കൂടിയായിരുന്നു. ഇത്രയും നീണ്ടു പോകണ്ടേ, ഏകദേശം 1.5 വർഷത്തോളം നീണ്ടുന്ന ഈ യുദ്ധത്തിൽ തന്നെ നേരത്തെ പറഞ്ഞു ഏകദേശം ഒരു 50,000-ഓളം ആളുകളുടെ ജീവനാണ് ചിലപ്പോൾ ഇതിന്റെ ഇരട്ടി മരിച്ചാണ്. കണക്ക് മാത്രമാണിത്. മാത്രമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇന്നാണെങ്കിലും ഇന്നത്തെ ദൃശ്യങ്ങൾ ഞാൻ അല്പം മുമ്പ് കണ്ടിരുന്നു, അതുപോലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഈ ബന്ദികളെ മോചിപ്പിച്ചുകൊണ്ട് വരുന്നത് ഇവരാണല്ലോ, ഹമാസ് തന്നെയാണല്ലോ കൊണ്ടുവന്ന്. അവർ റെഡ് ക്രോസിനെ ഏൽപ്പിക്കുന്നു, റെഡ് ക്രോസാണ് പിന്നെ തിരിച്ച് അവരെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. ഇവർ വളരെ നീറ്റായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ ഹമാസുകാർ. നല്ല വെൽ ഡ്രസ്ഡ് ആണ് അവർ, മുഖം മൂടിക്കെട്ടിയിട്ടുണ്ട്, അവർ ഹമാസിന്റെ കൊടിയെ പിടിച്ചത്. പക്ഷേ ഇത്രയും ഗതികെട്ട് നമ്മളെ കരുതി ഇവർ തകർന്ന തരിപ്പുണായ ഒഴുതുണിക്കും മറുതുണില്ലാത്ത അവസ്ഥയിൽ നടക്കുന്ന ആളായിരിക്കുന്നതാണ്. പക്ഷേ ഇവരെല്ലാം വളരെ ഭംഗിയായ വസ്ത്രധാരണമൊക്കെ നടത്തി വന്നിരിക്കുകയാണ്. അല്ല അത് അവരുടെ മനസ്സിലാവും ലൈഫ് സ്റ്റൈൽ നമുക്ക് മനസ്സിലാക്കാം. അന്ന് തന്നെ ഈ സിൻവറിന്റെ താവളൊക്കെ വിളിച്ചപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ തന്നെ ഈ നോട്ടുകെട്ടുകളെ കണ്ടല്ലോ, അതിൽ തന്നെ
ഏറ്റവും കൂടുതൽ എന്റെ കണ്ണിൽ പെട്ടത് അത്തർ, അതുപോലെ തന്നെ മേക്കപ്പ് സാമഗ്രികൾക്ക് കോസ്മെറ്റിക്സ് ഒക്കെ. ഞാൻ വിചാരിച്ചു ഇവർ പുറംലോകം കാണണല്ലോ, പിന്നെ ഇവർക്ക് എന്തിനാണ് ഈ അകത്ത് ഇത്രയും അല്ല അത്തറും മറ്റതും ഇതൊക്കെ എന്തിനാണെന്ന് അന്ന് എനിക്ക് സംശയം തോന്നി. ഇയാളുടെ ഭാര്യ ഉപയോഗിച്ചിരുന്ന ബാഗിന് എത്ര ലക്ഷം രൂപയുള്ള എല്ലാം ആഡംബരം. മാത്രമല്ല ഇയാൾ ഈ സിനിമർ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ്. ഈ പാവപ്പെട്ടവന് വേണ്ടി സഹായിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ജീവന് വേണ്ടി വാദിക്കുന്ന അൽജസീറ പുറത്തുവിട്ട ചിത്രത്തിൽ ഒരു ചിത്രത്തിൽ ഒന്നില് ബ്രാൻഡഡ് പ്യൂമ മറ്റാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഇതിന്റെ വിചിത്രമായ കാര്യം. ഇവർ ആഡംബരം ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഭക്ഷണം കഴിക്കുക, നല്ല ഡ്രസ്സ് ധരിക്കുക, നല്ല ഇപ്പൊ പറയല്ലോ അണിഞ്ഞൊരുങ്ങി നിൽക്കുക, ഇതൊക്കെ അവരുടെ ലൈഫ് അത് ഭാഗമായിക്കോട്ടെ. പക്ഷെ ഇതിന്റെയൊക്കെ ഉറവിടം ദാരിദ്ര്യം പിടിച്ചു നടന്ന പലസ്തീന്റെ ചിത്രങ്ങളാണ്. നമുക്കറിയാം സ്വർഗീയമായിട്ടൊരു ഇതായിരുന്നു പലസ്തീൻ, അല്ലെങ്കിൽ ആ ഒരു ഇതെന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ ദാരിദ്ര്യം, കാരണം കലാകാരന്മാരായാലും ശരി തന്നെ അവിടുത്തെ സ്ഥലങ്ങളായാലും തന്നെ എല്ലാം കൊണ്ടും മനോഹരമായ ഒരു പിന്നെ ദുരന്ത ഭൂമിയായിട്ട് മാറുകയായിരുന്നു. പിന്നെ അതായത് ഈ യുദ്ധം നടക്കുന്നതിന് മുന്നേ തന്നെ ദാരിദ്ര്യം അനുഭവിച്ചാണ് ഓരോരുത്തരും ജീവിച്ചിരുന്നത്. ഇവരുടെയൊക്കെ ഈ മൃതദേഹത്തിന് വിറ്റാണ് ഇവരുടെയൊക്കെ ഈ പൈസ ഒപ്പിച്ച് ഇവർ, അതുകൊണ്ടാണ് ഇവർ ഈ അത്തർ പൂശുന്നത്. അപ്പൊ ഓരോ പ്രാവശ്യം ഇവർ പൂശുമ്പോഴാണ് മനസ്സിലായത് ഇതിനൊക്കെ ശവത്തിന്റെ ഗന്ധം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കണം. അത്രത്തോളം ദയനീയമാണ് ഇവരുടെ കാര്യം. മാത്രമല്ല ഇസ്മായിൽ ഹനിയ അയാൾ ജീവിച്ചത് ഖത്തറിലാണ്. അയാൾ ഈ പാവങ്ങളുടെ അയാളെ വേഷം കണ്ടിട്ടില്ല, എപ്പോഴും ഫുൾ സൂട്ടാണ്. സൂട്ട് ധരിച്ച് ഈ ഖത്തറില് പിന്നെ തുർക്കിയിലൊക്കെ വലിയ വ്യവസായ സാമ്രാജ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ഉണ്ട്. അയാളെ മക്കളൊക്കെ വലിയ വ്യവസായമായിട്ടവിടെ ഈ ടൈം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വലിയ ബെൻസ് കാറിലൊക്കെ സഞ്ചരിച്ച് അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഇവിടുത്തെ ഈ മനുഷ്യരുടെ പേരും പറഞ്ഞാണ് ഇവരെല്ലാം ചെയ്തത്. കാശുണ്ടാക്കുന്ന വഴി ഈ പാവങ്ങളെ പേര് പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ ചില നന്മമരങ്ങളുടെ വേറെ പതിപ്പാണിത്. ഈ പാവങ്ങളെ പേര് പറഞ്ഞ് പൈസ ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ ഇപ്പോഴും നമ്മുടെ എന്താ പറയുക ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാതെ. ഇപ്പം ഈ ഒരു വെടിനിർത്തലിനെയൊക്കെ നമ്മൾ ഇത്രയും പറയുന്നുണ്ട്, ഇപ്പോഴും അംഗീകരിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോഴും നമുക്ക് ഇതിനെ എതിർത്ത്, അതായത് ഹമാസ് ചെയ്ത പ്രവർത്തികൾ ഇപ്പം നമുക്കറിയാം. നമ്മളെ ഇപ്പം എന്താ പറയുക പണ്ട് പറയാറുണ്ട്, ഇപ്പം ഒന്ന് മാത്രം കൂട്ടിമുട്ടിയ ശബ്ദം ഉണ്ടാവില്ല, രണ്ട് കരങ്ങൾ കൂട്ടിമുട്ടിയാൽ ശബ്ദം ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുന്ന ഒരു ഇസ്രായേൽ തന്നെ ഇറങ്ങിത്തിരിക്കില്ലല്ലോ. ഇതിന് കാരണമായ അവർക്കെതിരെ ഇപ്പം കൂടെ നമ്മൾ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ മതിയുള്ളൂ. ഇപ്പോഴും സമാധാനവാദികൾ എന്ന് പറഞ്ഞ് കുറെ പേര് ഇപ്പം എന്താ പറയുക ഫലസ്തീൻ പിന്തുണയ്ക്കുന്നു. അതുപോലെ തന്നെ അതിൽ വഴി ഹമാസിനെ അവർ പ്രേരിപ്പിക്കുകയാണ്, ഓരോ കാര്യങ്ങൾക്കും പിന്തുണയ്ക്കുകയാണ്. അല്ല, പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് തന്നെ വലിയൊരു വിഭാഗം ബുദ്ധിജീവികൾ ഫലസ്തീനും ഈ പിന്നെ ഹമാസ് ഒന്നാണെന്ന രീതിയിലാണ് പലപ്പോഴും പറയാറുള്ളത്. ഇത് രണ്ടും രണ്ട് തന്നെയാണെന്നുള്ള സത്യം ഇതെല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഫലസ്തീൻ ജനതയെ കൊല്ലുന്നു, അത് അങ്ങനെ ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഇത് ഹമാസ് നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ അവർ പറഞ്ഞ ഫലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നു എന്നാണ്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഘട്ടം എത്തിയപ്പോഴേ അവർക്ക് നാലൊഴിക്കുന്ന ആക്രമണമാണ്. ഒരു ഭാഗത്തുനിന്ന് ഈ ഹമാസ്, അപ്പുറത്തുനിന്ന് ലെബനിൽ നിന്ന് ഹിസ്ബുള്ള, യമനിൽ നിന്ന് ഹൂത്തി മുതൽ ഇറാൻ, അങ്ങനെ ഒരു രാജ്യത്തെ ചെറിയ രാജ്യത്തെ നാലൊഴിക്കുന്ന വളഞ്ഞിട്ട് ആക്രമിക്കാന്ന് പറയുമ്പോഴേ അവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇവർ ഇത്രയും ഇപ്പൊ എന്താ പറയുക അവരെ ജനങ്ങളെ പിടിച്ച് ഇപ്പം കൈയോടെ ചേർത്ത് നിർത്തുന്നു എന്നൊക്കെ പറയുമെങ്കിൽ പോലും എന്തുകൊണ്ട് ഇത്രയും ജീവനെ അവരെ സംരക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല? ഇത്രയും വലിയ സായുധ സേനയുണ്ട്, ഇത്രയും വലിയ തുരങ്കങ്ങളുണ്ട്, എത്രയോ കിലോമീറ്ററോളമുള്ള തുരങ്കങ്ങളുണ്ട്. സാധാരണക്കാരുടെ ജീവൻ എന്തുകൊണ്ട് ഇവർക്ക് സംരക്ഷിക്കാനായി? ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്, അവർ തുടക്കം മുതലേ പറഞ്ഞിരുന്നതാണ്. അവിടെ തങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങൾ ആരൊക്കെയായാലും ശരി തന്നെ അതിനെയൊക്കെ വെട്ടി നിരപ്പാക്കി ഹമാസിന്റെ ഉന്മൂലനം കഴിഞ്ഞിട്ട് അവർ നിർത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഇവർ മറപിടിച്ചു? ഈ സാധാരണക്കാർ, നമുക്കറിയാം അവിടെയുള്ള പലർക്കും വിദ്യാഭ്യാസമില്ല, കാരണം ലോകവിവരം അവർക്കില്ല. കാരണം അങ്ങനെയാണ് അവരെ ആളുകളെ അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. അതായത് കൊച്ചു കുട്ടികളെ പോലെ, ഇപ്പം 2 വയസ്സുള്ള കുട്ടികളെ കയ്യിൽ മറ്റേ വിദ്യാഭ്യാസം മതപുസ്തകം ആയുധങ്ങളാണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല കൊച്ചിലെ പോലെ ഇവരെ പറഞ്ഞ് ഇങ്ങനെയാണ് വളർത്തുന്നത്. അപ്പം അവരുടെ തലയിൽ മോൾഡ് ചെയ്യണത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്, ഇപ്പൊ ഓരോ അറ്റാക്ക് വരുമ്പോഴും അവർക്ക് ജീവൻ പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലായി ഇത്രയും കാലം ചെയ്തതൊക്കെ മണ്ടത്തരമായിരുന്നു. അതുവരെ അവർ വിശ്വസിക്കുകയാണ്, കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടുത്തെ ആളുകളെ സ്വാധീനിക്കാൻ വലിയ എളുപ്പമാണ്. ഇത്രയും കാലം നമുക്ക് ഇത്രയും 47,000-ഓളം പേര് മരിച്ചു. അതിനകത്ത് ഏകദേശം ഭൂരിഭാഗം പേരും ഇവരൊക്കെ ഒന്നും അറിയാം. ഇപ്പോഴും ചിലപ്പോൾ പറയേണ്ട ഒരു കാര്യമാണ്, അത് ഒന്നും അറിയാതെ അവർ മരിച്ചതായിരിക്കും ചിലപ്പോൾ. കുട്ടികളാണ് അതെ, ഇതൊക്കെ അതെ. അപ്പം ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടേ മതിയാവും. കാരണം ഗാസയിലെ ജനങ്ങൾ ഇനിയും കൂടുതൽ പഠിക്കും. ഇപ്പൊ പലരും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പം ഏകദേശം 1.5 ലക്ഷത്തോളം പേരൊക്കെയാണ് പരിക്കേറ്റ് പോയത്. അപ്പോൾ കുറെ പേര് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോൾ അവർ പഠിക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ജീവനാണ് വലുത്. ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുള്ളൂ. എല്ലാം നമുക്ക് അറിയാൻ പാടില്ലാത്ത പരലോകത്ത് നിന്നാൽ നിങ്ങൾക്ക് സ്വർഗ്ഗലോകം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഈ പാവങ്ങളെ ബോധ്യപ്പെടുത്തി ആയുധം കൂടെ തയ്ക്കുകയാണ് കൊല്ലം. അല്ല, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? കാരണം നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കിയത് ഇതാ ആർക്കാണ് ഗുണം ചെയ്തത്? ഇത്രയും വലിയ യുദ്ധം ഉണ്ടായിട്ട് ആർക്ക് ഗുണം ചെയ്തു? ഇപ്പൊ ഈ ഹമാസിന് എന്തെങ്കിലും കുറച്ച് അവർക്ക് അവരുടെ ഇപ്പം എന്താ പറയുക അവരുടെ ഭരണാധികാരികൾക്ക് കുറെ കാശ് കിട്ടിയെന്നല്ലാണ്ട് ഈ സാധാരണക്കാർക്ക് എന്ത് ഗുണം ഉണ്ടായത്?
നമുക്കറിയാം അവിടെ അറിവുള്ളവരൊക്കെ നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്തിട്ട് അവര് പുറം രാജ്യങ്ങളിൽ പോകും. പക്ഷെ അവിടെ നിൽക്കുന്ന സാധാരണ ഇനി ഇഷ്ടംപോലെ പേരുണ്ട് ഇപ്പോഴും അവരെ എനിക്ക് തോന്നുന്നില്ല അവർ ഇനിയും ഇതിൽ നിന്ന് ഉൾക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും ഇപ്പം ഇനി ഇവര് ഇപ്പം ബ്രെയിൻ വാഷ് ചെയ്യാൻ വീണ്ടും ഹമാസ് ആൾക്കാർ. അത് വലിയ ചോദ്യമാണ്. ശരത്ത് പറഞ്ഞത് വലിയൊരു ചോദ്യമാണ്. കാരണം ഇനിയിപ്പോ അവിടെ നശിച്ചു കിടക്കുകയാണ് ആ സ്ഥലത്ത്. ഇനി അവന്റെ ഒരു പുനർനിർമ്മാണം നടത്തുക എന്ന് പറഞ്ഞത് വലിയ ഹെർക്കുലിയൻ ടാസ്ക് ആണ്. മാത്രമല്ല ഈ ജനങ്ങളെ എങ്ങോട്ടെങ്കിലും കൊണ്ട് റീഹാബിലിറ്റേറ്റ് ചെയ്ത് അല്ലെങ്കിൽ പുനരധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ കെട്ടിടം വയ്ക്കാനൊക്കെ പറ്റുള്ളൂ. മാത്രമല്ല ഇനി നേരത്തെ പറഞ്ഞ റെഡ് ക്രോസിന്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒക്കെ ധനസഹായം അല്ലെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഒക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ കഞ്ഞി കുടിച്ചു പോകാനെങ്കിലും പറ്റുള്ളൂ. കാരണം അവിടുത്തെ കൃഷിയിടങ്ങളില്ല, അവർക്ക് വ്യവസായം നടത്താൻ പറ്റില്ല, ഒന്നുമില്ല, ആശുപത്രികൾ പോലും ഇല്ലാത്ത അവസ്ഥ. ട്രക്കുകൾ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കാനാണ് അവര്. അപ്പം വീണ്ടും ഒരു ഗാസയെ പടുത്തുയർത്തുക എന്ന് വെച്ചാൽ അത് നടക്കാത്ത ഏകദേശം എനിക്ക് തോന്നുന്നു വർഷങ്ങളോളം കഴിയും. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇനി ഇപ്പോൾ ഉള്ള കുട്ടികൾ പോലും മുതിർന്നു കഴിഞ്ഞാൽ അപ്പൂമ്മമാരൊക്കെ അയക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ അവർക്ക് പുതിയൊരു ഗാസ് തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സർവൈവലിന് വേണ്ടി അവർ കുറെ പാടുപെടും. അപ്പൊ ഇതിനിടയിൽ കൂടി വീണ്ടും നമ്മൾ ഇങ്ങനെ തരാം ധനസഹായം ഉണ്ട്. കാരണം കാശുണ്ട് അവർക്ക് ഇഷ്ടംപോലെ. ഹമാസിന്റെ കക്കൽ കാശുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കിത് ചെയ്യാം, നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ഇനി നടത്താൻ പോകുന്നത് ഒരു ജോലി എന്ന രീതിയിലായിരിക്കും. കാരണം പഠിപ്പിക്കാൻ പോവുകയാണ്, ഇനി വീണ്ടും പഠിപ്പിക്കുമായിരിക്കും. ഒരു പക്ഷേ ഇത് നമ്മുടെ വർഗ്ഗശത്രുവാണ്, ഇനി നമ്മൾ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് ഇതിനുള്ള വരുമാനം നിങ്ങൾക്ക് നമ്മൾ തരാം എന്ന് തുടങ്ങിയ രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ഒരു പക്ഷേ അവർ അത് കൂടുതൽ വിനാശകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെയാണ് നമ്മൾ ഈ അന്താരാഷ്ട്ര നേരത്തെ പറയുമ്പോൾ തന്നെ ഈ രക്ഷാസമിതികളും അല്ലെങ്കിൽ റെഡ് ക്രോസ് ഒക്കെ ഇടപെടണം. അതെ, വിദ്യാഭ്യാസം കൊടുക്കുക, അതാണ് ബേസിക് ആണ്. കാരണം വിദ്യാഭ്യാസം കൊടുത്തിട്ട് അതിനകത്ത് താല്പര്യമുള്ളവർക്ക് ചേരാം. നിർബന്ധിതമായിട്ട് പിടിച്ചു കൊണ്ടുപോയിട്ട് പഠിപ്പിക്കുക അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടിയുടെ ആ കയ്യിൽ ആയുധം വെച്ച് കൊടുക്കുന്നതും അല്ല ഇതിന്റെ കാരണം. അല്ല, ഇത് നമ്മൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അദ്ദേഹം 2ാം വരവ് എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഉത്തരവുകൾ പുറപ്പെടുവിച്ചു. അതിലൊരു ഉത്തരവ് UNRWA എന്ന് പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ പിന്നെ ഗാസയിലുള്ള അവിടുത്തെ അവരുടെ പുനരധിവാസത്തിനും സഹായത്തിനും ഒക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അവർ പോഷക സംഘടനയാണ്. അതിന് സാമ്പത്തിക സഹായം കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചു. അത് കാരണം മറ്റൊന്നുമല്ല, ആ ട്രംപ് പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന 80% പേര് ഹമാസ് പ്രവർത്തകരാണ്. നേരത്തെ ഈ UNRWAയുടെ അവിടെ നടത്തിയിരുന്ന ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനെ പിടിച്ച അയാളായിരുന്നു ഏറ്റവും അടുത്ത കൊടും ഭീകരൻ. ഹമാസിന്റെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ആശ്രയം എടുത്താനായിരുന്നു. അയാളാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്കൂളിൽ ഒരു പ്രധാന അധ്യാപകൻ തീവ്രവാദിയായ ഒരാൾ ഈ കുട്ടികളെ പഠിപ്പിച്ചുള്ള അവസ്ഥ എന്തായാലും. അത് ആ ഒരു അധ്യാപകൻ മാത്രമല്ല, ഈ ഹമാസിന്റെ ഈ ഇപ്പൊ പറയില്ലേ മുഖംമൂടിയിട്ട ജന്മാക്കളെ പോലെയാണ് അവർ. സമൂഹത്തിൽ ഉന്നതന്മാരെന്ന രീതിയിൽ അവർ വരും. നമുക്കറിയാം ഇവിടെയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മളിപ്പം ഒരു തീവ്രവാദി എടുക്കുന്ന അതായത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടിയ ആളായിരിക്കും, ഇപ്പം സമൂഹത്തോട് നല്ല രീതിയിൽ ഇടപെടുന്ന ആളായിരിക്കും, അയാളായിരിക്കും ഒരു പക്ഷേ കൊടും ഭീകരവാദി അല്ലെങ്കിൽ തീവ്രവാദി നമുക്ക് പറയാം. അതേപോലെയാണ് അവർ മറപറ്റിയിരിക്കുന്നത്. അങ്ങനെയാണ് ഹമാസിനെ നമ്മൾ വിശ്വസിക്കും, ആൾക്കാരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ വരും. പക്ഷെ രഹസ്യമായിട്ട് അവരുടെ അജണ്ടകൾ അവർ ഇൻജക്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ വിജയം. ഈ നമ്മുടെ ഈ തീവ്രവാദ പ്രസ്ഥാനമായി ബന്ധമുള്ള ആളുകൾ കിടക്കുന്നുണ്ട്. ഇവർ പലരും അസാമാന്യമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളവരാണ്. നമ്മൾ തന്നെ പലപ്പോഴും ചാനൽ ഇറക്കി വിളിക്കുമ്പം ഇവർ തീവ്രവാദികളൊന്നും വിളിക്കാൻ പറ്റില്ലെങ്കിൽ തീവ്രവാദ സംഘടനകളെ തീവ്രവാദ നിലവാരമുള്ള ആളുകളുണ്ടല്ലോ, ഇവർ സംസാരിക്കുന്നുണ്ട്. നോക്കുന്നത് ഇവർ പറഞ്ഞ സത്യമാണെന്ന്. അവർ അത്ര കൺവിൻസിംഗ് ആയിട്ട് അവർ പറയും. അത് ഇവർക്കെല്ലാം വളരെ വലിയ പ്രത്യേകതയാണത്. ഈ കാര്യം ഇത് നന്നൊരു കമ്മ്യൂണിക്കേറ്റ് അവരൊക്കെ അറിയാം. അത് കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കും. വിദ്യാഭ്യാസം പോലുള്ള ആൾ പോലെ ഇവർ പറഞ്ഞ് ശരിയാണ് എന്ന് തോന്നുന്ന അവസ്ഥയിലേക്ക് എത്തിയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇയാൾ പറഞ്ഞ ശരിയെന്ന് വിചാരിക്കും. മാത്രമല്ല ഇവിടുത്തെ നമുക്ക് പേര് പറയുന്നില്ലെങ്കിൽ പോലും ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടം പോലെ പേരുണ്ട്. അത് ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, ആൾക്കാർക്ക് മനസ്സിലായി കാണും. ഇപ്പോഴും നെല്ലേത് പതിനേത് തിരിച്ചേക്ക് നമുക്ക് മനസ്സിലാവും ഇവർ എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ അജണ്ട എന്താണ് കൃത്യമായിട്ട് മനസ്സിലായി. ആരെ പരിശോഭിക്കാനാണ്, ആരുടെ നാശം കാണാനാണ് ഇവർ കാണുന്നത്, ഇതുവഴി എന്തെല്ലാം ഇപ്പൊ സാമൂഹികമായിട്ട് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാകും, ഇതൊക്കെ വ്യക്തമായിട്ട് അവർക്കറിയാം. അത് വീണ്ടും ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ ഇവിടെ നമ്മുടെ ഇവര് പറയുന്ന ഇവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ല. ഈ ഒരു രാജ്യത്ത് ഇതൊക്കെ കൃത്യമായിട്ട് പറയാനുള്ള ഇത് അവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം. പിന്നെ നമ്മൾ ചിന്തിക്കും പോലെ ഇരിക്കും ഇതെന്താ നേരത്തെ പറയുന്നത് തെറ്റും ശരിയും നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമ്മളൊന്ന് ആലോചിക്കും, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ആലോചിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ ജനാധിപത്യമുണ്ട്. ഇവിടെ ഇന്ന് ഈ ഹമാസിനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്താൻ പോലും അവിടെ ആരും തടയില്ല. അത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം. വേറെ ഏതെങ്കിലും രാജ്യത്താണ് ഇതുപോലെ തീവ്രവാദ സംഘടനയെ അനുകൂലിച്ചുകൊണ്ട് പരസ്യമായിട്ട് ജാഥ നടത്തുകയാണെങ്കിൽ പിന്നെ പുറം ലോകം കാണില്ല, അത് ജയിലിൽ പോകേണ്ടി വരും, അത്ര തന്നെ. പക്ഷെ ഇവിടെ നമ്മൾ അതിനുപോലും നമ്മൾ ഇന്ത്യക്ക് നമ്മൾ അതിന് സ്വാതന്ത്ര്യം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇവരെല്ലാവരെയും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഹിറ്റ്ലർ നടപടി സ്വീകരിക്കുന്നത് പറയുമ്പോഴും ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മളൊരു വലിയ വിഷയമാക്കി മാറ്റുന്നത്. ഇപ്പൊ ഇവിടത്തെ വിഷയം ഇവിടെ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് അമേരിക്കയും ഗാസയും അല്ലെങ്കിൽ പലസ്തീന്റെ വിഷയങ്ങളാണ് ഇവിടെ ഓരോ സമരത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നവർ. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചെയ്തിട്ട് എന്താ കാര്യം? ഇവിടെ നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തിട്ടാണ്. നമ്മുടെ ഗവൺമെന്റ് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. കാരണം ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ഇടപെടുന്നുണ്ട്. കൃത്യമായിട്ടുള്ള രീതിയിലാണ് അവർ പോകുന്നത്.
അല്ലാണ്ട് നമുക്ക് നിന്ന് ഇവിടെ സമരം ചെയ്തിട്ട് അവിടെ യുദ്ധം നിൽക്കാൻ പോകുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്യണം ഐക്യരാഷ്ട്ര സഭയുള്ള സംഘടന, ഇന്ത്യ ഇടപെടട്ടെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ, നമുക്ക് ഇടപെടാം. അല്ല നമുക്ക് ഒരാളെ ചെന്നുകൊണ്ട് ഇവരെ വിളിച്ച് ഈ പ്രത്യേക തീവ്രവാദ സംഘടന ഈ ഹമാസിന്റെ കാര്യം ചർച്ച ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പൊ ഖത്തറിനെയൊക്കെ പോലെയുള്ള അവർക്ക് അത്ര പവർഫുൾ ആയിട്ടുള്ള ഈ ഹമാസിന്റെ പല നേതാക്കന്മാരും ഖത്തറിലായിരുന്നല്ലോ, ഇപ്പോഴും പലരും താമസിക്കുന്ന ഖത്തറിലും തുർക്കിയിലുമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു അവർ പറഞ്ഞവർക്ക് അനുസരിക്കാൻ കഴിയില്ല, ഇന്ത്യ പറഞ്ഞ കേൾക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. റഷ്യ യുക്രൈൻ യുദ്ധം നീണ്ടു പോകുന്ന കണ്ടില്ലേ, അത് നമ്മൾ ഇന്ത്യ ഇടപെട്ടത് ശരിയാകുമെന്ന് രണ്ട് രാജ്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇന്ത്യ ഔപചാരിക ക്ഷണിക്കാൻ നമുക്ക് ചെന്ന് ഇടപെടാൻ പറ്റില്ല, ഒരു നയതന്ത്ര വിഷയമാണല്ലോ ഇത്. അതുപോലെ ഈ ഹമാസ് ഇപ്പൊ 4 പേരെ വിട്ടേ, അടുത്ത ശനിയാഴ്ച 4 പേരെ വിട്ടേക്കെന്നാണ് പറയുന്നത്. അതിലെങ്കിലും ഈ 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെടണമെന്നാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കുഞ്ഞുങ്ങളാണ്, അവരുടെ മാനസിക നില ഒന്ന് ആലോചിച്ച് നോക്ക്. കൈക്കുഞ്ഞായിരിക്കുന്ന കുട്ടി ചെന്ന് ഈ ഹമാസ് അറവുകാരൻ മാത്രമല്ല ഇവര് ആഴ്ച തോറും ദിവസം തോറും ഈ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം മാറ്റിക്കൊണ്ട് പോകുന്നു, കണ്ണ് കെട്ടിക്കൊണ്ട് പോകുന്നു, എങ്ങോട്ട് പോകണം ഏതാണെന്നുള്ള അവർക്ക് അറിയാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോൾ വളരെ മോശമായ പെരുമാറ്റം, കുളിക്കാൻ സമ്മതിക്കില്ല, ഭക്ഷണം കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ ആദ്യ ഘട്ടം വിട്ട 3 ബന്ദികളിൽ ഒരു പെൺകുട്ടിയുടെ 2 വിരലുകളില്ല. ഇവർ വെടിവെച്ചിരുന്നു ഈ കൊണ്ടുവന്ന് ഈ അന്ന് ആക്രമണം നടക്കുമ്പോൾ ഹമാസ് ഇസ്രായേൽ കടന്നിറവിടെ ഈ കുട്ടിയെ വിരൽ വെടിയേറ്റിരുന്നു. മാത്രമല്ല ആ കുട്ടി പറയുന്നത് ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം, ഈ എന്തെങ്കിലും രോഗം വന്നാൽ ഈ ബന്ദികളായിരിക്കുന്ന സമയത്ത് ചികിത്സ നേരെ കൊടുക്കില്ല, ചത്തുപോട്ടെന്നുള്ളതാണ് ചിന്ത. ഇതൊന്നും മനുഷ്യരെല്ലാം രീതിയിലാണ്. ഇവരെ കൂട്ടത്തിൽ ആർക്കും ഒരു സർജറി വേണ്ടി ഇവിടെ നിന്ന് ഒരു ഡോക്ടറെന്ന് ഒരാളിനെ കൊണ്ടുവന്നു, അയാൾ അനസ്തീഷ കൊടുക്കാതെ സർജറി നടത്തിയെന്ന് ഈ മനുഷ്യരെ കയ്യിൽ. നമ്മൾ ആലോചിച്ച് നോക്കും, അനസ്തീഷ ഒരാളുടെ പച്ച കത്തിയെടുത്ത് സർജറി നടത്തുന്ന. അല്ല ഇവിടെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ യുദ്ധമുറകൾ അല്ലെങ്കിൽ യുദ്ധനീതി. കുറച്ച് നമ്മൾ ഇതിനകത്ത് യുദ്ധം തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് കാണിക്കേണ്ട സാമാന്യ മര്യാദകളുണ്ട്, രാജ്യങ്ങൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളൊരിക്കലും എന്താ പറയുക, നമ്മളെപ്പോഴും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ശത്രു വന്നാൽ പോലും നമ്മൾ മറ്റേ എന്ത് പറയാനാണ് കയ്യും മറ്റുള്ളവർ ചെയ്യും പോലെ പറയാറുണ്ട്, കണ്ണൊന്നും ചൂന്നെടുക്കാറുണ്ട്. അതിനൊരു ഒരു മര്യാദയുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് ബന്ദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് കുറച്ചുകൂടി നമ്മുടെ പൗരന്മാരെക്കാൾ കൂടുതൽ അവർ സംരക്ഷിക്കേണ്ടത്. കാരണം മറ്റൊരു പൗരൻ അവർക്ക് എന്ത് പറ്റിയാലും തിരിച്ച് ചോദിക്കാൻ അവർക്ക് അവകാശമുണ്ട്. മാത്രമല്ല അതിന് തിരിച്ച് വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ വീണ്ടും തുടങ്ങാൻ കാരണമാവും. അതൊക്കെ ട്രീറ്റ് ചെയ്യേണ്ട രീതി. കാരണം ഇതൊക്കെ നേരത്തെ പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസവും വിവരവും ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്. നമ്മളൊരു പൈലറ്റിനെ പിടിച്ചോണ്ട് അവിടെ ബന്ദിയാക്കാൻ നോക്കിയ പാകിസ്ഥാൻ അവസാനം നെട്ടോട്ടോടി നമ്മൾ കണ്ടാണ് അഭിനന്ദൻ വർദ്ധമാന തിരിച്ചുകൊണ്ട് കൊടുത്ത് സമസ്താപരാധം പറഞ്ഞ് തിരിച്ചുവിടേണ്ടത്. അതല്ലെങ്കിൽ പാകിസ്ഥാൻ അറിയാം ഇവിടെ ഭരിക്കുന്ന നട്ടലുള്ളവർ തന്നെയാണെന്നുള്ള, അവിടെ കയറി നിരപ്പാക്കുന്നത് നന്നായിട്ട് അറിയാം. അങ്ങനെ ചിന്ത വന്നാൽ മാത്രമേ ഇവർ മര്യാദയ്ക്ക് ഇരിക്കുള്ളൂ. ഇപ്പം ഇന്ന് 4 പേര് വന്നിരിക്കുന്നു, അടുത്ത ആഴ്ചയെങ്കിലും ഈ കുഞ്ഞുങ്ങളെ വിടണമെന്ന് നമ്മൾ സത്യം നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ആരെയൊക്കെയാണ് അടുത്ത ആഴ്ച വിടണം. മാത്രമല്ല ഇതിൽ വേറൊരു വിഷയമുള്ളത്, ആരെയാണ് പുറത്തു വിടുന്നത് അവരെ പേര് വരും എല്ലാം അതിൻ്റെ ലിസ്റ്റ് കാര്യങ്ങളും എല്ലാം 24 മണിക്കൂർ മുമ്പേ ഇസ്രായേലിന് കൈമാറണമെന്നാണ് വെപ്പ്. ഇസ്രായേൽ തിരിച്ച് അങ്ങോട്ടും കൈമാറും. കാരണം ഒരു ബന്ദിക്ക് 50 ഫലസ്തീൻ തടവുകാരാണ് പകരം വിടുന്നത്. അപ്പോൾ ഇന്നിപ്പം ഈ 4 പേർക്ക് വരെ 200 പേരാണ് വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവന്മാർ കൊടും കുറ്റവാളികളുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്നാലും അവർ നിവർത്തിയോടെ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ 27 മണിക്കൂറും പറയണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച 18 മണിക്കൂർ വൈകിയാണ് ഇവർ ലിസ്റ്റ് കൊടുത്തത്. അപ്പോൾ ഇന്നെന്താണെന്ന് അതിന് ഇന്നലെ ലിസ്റ്റ് കൊടുത്തതാണോ സമയത്താണോ എന്നൊന്നും നമുക്ക് അറിയാനും പാടില്ല. അപ്പൊ എന്താണെങ്കിലും ഇതൊരു ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ലോകം കടന്നു പോകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നിലനിൽപ്പ് തന്നെയാണ് പ്രശ്നം, അവരുടെ ജനങ്ങളുടെ ജീവിതമാണ് പ്രശ്നം. ഹമാസിന് വീണ്ടും അവർക്കൊരു ഒന്നുകൂടെ ഒരു റീബർത്ത്, പുനർജന്മം എടുക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് ഉറപ്പാണ്. അതിന് അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന പല മാധ്യമങ്ങൾ പോലും അവർക്ക് കൂട്ടി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നേരത്തെ ശരത്ത് പറഞ്ഞ യാഹ്യ സിൻവറിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ ഗാസയിൽ തന്നെ എത്തുന്ന ഈ ബന്ദികളെ കൊണ്ടുവരുമ്പോൾ പോലും അതിന് പോലും ഹമാസ് തീവ്രവാദികൾ അവർ നല്ല ഫുൾ യൂണിഫോമിൽ നല്ല ടിപ്പ് ടോപ്പിൽ നിന്ന് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ലോകത്തിന് മുന്നിൽ നമ്മുടെ മുന്നിൽ കണ്ണിൽ മണ്ണിടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഏതായാലും ഇതിന് ഒരു അടിയന്തര പരിഹാരം ഏതായാലും ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഇത് അങ്ങനെ അധികം നീണ്ടുപോകാൻ അമേരിക്കയോ അതല്ലെങ്കിൽ ഇസ്രായേലോ അനുവദിക്കുമെന്ന് തോന്നുന്നുമില്ല. അതിനുള്ള നടപടി ഉണ്ടാകുക തന്നെ ചെയ്യും. ഏതായാലും ഈ കൂടുതൽ ബന്ദികളുടെ മോചനം എത്ര വേഗം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ആശംസിക്കാം. നമസ്കാരം.